ADGP RSS കൂടിക്കാഴ്ചയിൽ RSS മുതിർന്ന നേതാവ് ജയകുമാറിന്റെ മൊഴിയെടുക്കും. മൊഴി രേഖപ്പെടുത്താൻ ജയകുമാറിന് നോട്ടീസ് നൽകി. തിരുവനന്തപുരത്തെ കൂടിക്കാഴ്ചയിലും മൊഴിയെടുക്കും. റിനു ശ്രീധർ നൽകും കൂടുതൽ വിവരങ്ങൾ. റിനു ശ്രീധർ, RSSന്റെ മുതിർന്ന നേതാവാണ് ജയകുമാർ. എവിടെ വെച്ചായിരിക്കും മൊഴിയെടുക്കൽ? നോട്ടീസ് നൽകി കഴിഞ്ഞോ? എന്തൊക്കെയാണ് അന്വേഷണം സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? റിനു. സുജയ, 2 ദിവസം മുമ്പ് ജയകുമാറിന് പോലീസ്, അതായത് അന്വേഷണ സംഘം ഈ നോട്ടീസ് നൽകി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് RSS അതുപോലെ തന്നെ ADGP, RSS നേതാക്കളും ADGPയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നിട്ട് ഇന്ന് 20 ദിവസം പിന്നിടുകയാണ്. ഈ 20 ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവ് ഇറങ്ങുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഉത്തരവ് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് ആ സമയത്ത് തന്നെ ഈ ജയകുമാറിന്, അതായത് തൃശ്ശൂരിൽ വെച്ച് ഈ ഹൊസബുള്ള ദത്താത്രേയെ കണ്ട് ADGPക്കൊപ്പം ഉണ്ടായിരുന്ന ജയകുമാർ, RSS നേതാവാണ്, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിലവിലിപ്പോൾ നോട്ടീസ് നൽകി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് റാം മാധവുമായി നടന്ന കൂടിക്കാഴ്ചയിലും ഒപ്പം ഉണ്ടായിരുന്നവർക്കെതിരെ മൊഴിയെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂരിലുള്ള ഒരു വ്യവസായി അടക്കം 3 പേരാണ് റാം മാധവിനെ കാണാൻ ADGPക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് ഉയർന്നു വന്ന ആരോപണം. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുവാനുള്ള ഒരു നടപടിക്രമങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഏറെ വിവാദത്തിനൊടുവിൽ ഈ അന്വേഷണത്തിന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു മുഖ്യമന്ത്രി DGPയോട്. 5 അംഗ DGPയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് അന്വേഷിക്കുന്നത് ADGPക്കെതിരായിട്ടുള്ള കേസ്. ആ അന്വേഷണ സംഘം തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നുള്ള, അല്ലെങ്കിൽ RSS BJP നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച അന്വേഷിക്കണമെന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ട് ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ആ വാർത്ത നമ്മൾ നൽകിയതുമാണ്. ഇപ്പോഴിത് അത് ഉത്തരവായി തന്നെ ഇറങ്ങി എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നു. എന്തായാലും ഏറെ വിവാദത്തിനൊടുവിൽ ഇത്തരത്തിലൊരു അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം 1ാം ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. 2ാം ഘട്ടത്തിലായിരിക്കും തിരുവനന്തപുരത്തെ BJP നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇക്കാര്യത്തിൽ RSSന്റെ നേതാക്കളുമായി, അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് നൽകിയതിനു ശേഷം അവർ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? DGPക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു, ഉത്തരവിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ നോട്ടീസ് നൽകിയത് 2 ദിവസം മുൻപാണെങ്കിൽ അതിനുള്ള പ്രതികരണം എങ്ങനെയാണ്? എന്ന് ഹാജരാകണം? എവിടെ വെച്ച് മൊഴിയെടുക്കും? അങ്ങനെയുള്ള കാര്യങ്ങളിൽ കിട്ടുന്ന വ്യക്തത എന്താണ്? റിനു ശ്രീധർ. നിലവിൽ അത്തരമൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. അതായത് മൊഴിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ലെങ്കിൽ തൃശ്ശൂരിൽ വെച്ചും മൊഴി രേഖപ്പെടുത്തുക. ഏതെങ്കിലും സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്താൻ തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയില്ല എന്ന് അറിയിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ വെച്ചും മൊഴി രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്ന് എപ്പോഴെത്തണം എന്നുള്ള വിവരം നമുക്ക് നിലവിലിപ്പോൾ ലഭ്യമല്ല. റിനു ശ്രീധർ, ഈ RSS നേതാവ് എവിടെയുള്ള ആളാണ്? എവിടം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? തീർച്ചയായും സുജയ, അതായത് ജയകുമാർ RSSന്റെ ഒരു പോഷക സംഘടനയുടെ നേതാവാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അന്ന് തന്നെ ലഭിച്ച വിവരം. അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ വ്യവസായിയാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള സ്ഥലം നമുക്ക് ലഭ്യമല്ല. പക്ഷേ വ്യവസായിയാണ് എന്ന അടക്കമുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. എന്തായാലും തൃശ്ശൂരിൽ ഈ ദത്താത്രേയ ഹൊസബുള്ളയെ കാണാൻ വേണ്ടി ADGP അവിടുത്തെ ഹോട്ടലിൽ കാർ ഇട്ടതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം ഇട്ടതിന് ശേഷം ജയകുമാറിനൊപ്പമാണ് പോയത് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. എന്തായാലും അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് ഇതിന്റെ നിജസ്ഥിതി, അല്ലെങ്കിൽ ജയകുമാർ ആരാണ് എന്നതടക്കമുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു വിശദാംശത്തിലേക്ക് എത്താൻ കഴിയൂ. വിവരങ്ങൾ കൂടി ശേഖരിക്കൂ. അത് അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ജയകുമാർ? എന്താണ് ജയകുമാറിനെ നിയോഗിച്ചതിന് പിന്നിൽ? ഒപ്പം തന്നെ RSS ADGP കൂടിക്കാഴ്ച, അത് ആസൂത്രിതമായ ഒരു കൂടിക്കാഴ്ചയാണോ? അതിലൊക്കെയാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ഈ തൃശ്ശൂർ പൂരം കലക്കലുമായി ഈ കൂടിക്കാഴ്ചകൾക്കുള്ള ബന്ധം എന്താണ്? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഈ ഒരു അന്വേഷണത്തിലേക്ക് കൂടി കടക്കുമ്പോൾ PV അൻവർ MLA ഉയർത്തിവിട്ട ആരോപണമാണ്. അതിനുശേഷം അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ADGP RSS കൂടിക്കാഴ്ച. അതിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വരുന്നത്. അതിൽ കണ്ണിയായി പ്രവർത്തിച്ച ജയകുമാർ ആരാണ് എന്നതാണ് അറിയേണ്ടത്.